ഹേ ഗൈസ്, ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ന് രാവിലെ നമ്മൾ എടുത്ത ഒരു ട്രേഡ് സെറ്റപ്പിനെ പറ്റിയിട്ടാണ്. അതായത് ഗോൾഡിൽ നമ്മൾ ഒരു സെൽ സെറ്റപ്പ് ഫസ്റ്റ് നോക്കി, അത് ഫെയിലായി. ഫെയിൽ മീൻസ് സ്റ്റോപ്പ് ലോസ് അടിച്ചതല്ല, ആ കൺഫർമേഷൻ കിട്ടാത്തതുകൊണ്ട് ആ എൻട്രി നമ്മൾ എടുത്തില്ല. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, ആ വ്യൂ നമ്മൾ സ്വിച്ച് ചെയ്ത് അടുത്ത ഡയറക്ഷൻ, അതായത് ബൈയിലേക്കാക്കി. അപ്പം എങ്ങനെയൊക്കെയാണ് ഈ കാര്യങ്ങൾ ചെയ്തതെന്നുള്ള കാര്യമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ പറയേണ്ട കാര്യം, രാവിലെ തന്നെ ഈ അപ്ഡേറ്റ്സ് ഞാൻ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് അതൊന്ന് കാണിച്ചു തരാം. രാവിലെ ഇവിടെ നോക്കിയാൽ കാണാം, നമ്മൾ പ്രോപ്പറായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ചാർട്ട് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. സെൽ സെറ്റപ്പ് എന്തുകൊണ്ട് എടുക്കുന്നു എന്നുള്ള റീസണും കൊടുത്തിട്ടുണ്ട്. ഗോൾഡ് റിജക്റ്റഡ് ഫ്രം PDH, ഇഫ് ഡിമാൻഡ് ഫെയിൽ ടു ഹോൾഡ് ഗോ ഫോർ പ്രോപ്പർ സെൽ സെറ്റപ്പ് ഉള്ളി. ഓക്കെ, അതായത് പ്രോപ്പർ സെൽ സെറ്റപ്പിലേക്ക് മാത്രം പോവുക, ഡിമാൻഡ് ഫെയിൽ ആയാൽ മാത്രം. അത് പ്രോപ്പർ വ്യൂ നമ്മൾ ക്ലിയർ ആയിട്ട് അങ്ങനെ കൺവേ ചെയ്തിട്ടുണ്ട്. അപ്പം ഇവിടെ അതിൻ്റെ ചാർട്ടും കൊടുത്തിട്ടുണ്ട്, എന്താണ് റീസണിങ് എന്നുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞ് മാർക്കറ്റ് സംഭവിച്ച കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. ഇവിടെ ആ ഡിമാൻഡ് ക്ലീൻ ആയിട്ട് ഫെയിലായി. ഓക്കെ, പക്ഷേ എന്താണ്, കൺഫർമേഷൻ എൻട്രി നമുക്ക് കിട്ടിയില്ല. അതായത് ഡിമാൻഡ് ഫെയിൽഡായി, ലുക്കിംഗ് ഫോർ കൺഫർമേഷൻസ് നൗ. പക്ഷേ കൺഫർമേഷൻ കിട്ടിയില്ല. മറിച്ച് എന്താ നടന്നത്, അഗ്രസീവായിട്ടൊരു സെൽ ഓഫ് നടന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ടൈമിൽ എന്ത് ചെയ്യാൻ പാടില്ല, ട്രേഡ്സ് പുഷ് ചെയ്യാൻ പാടില്ല. കാരണം ട്രേഡ് ഇല്ലാത്തതും നമുക്കത്ര നല്ലത് തന്നെയാണ്. അതായത് ക്യാപിറ്റൽ പ്രിസർവേഷൻ ഈസ് റിയലി ഇമ്പോർട്ടൻറ്റ്. സോ ഇവിടെ എന്താണ്, നമ്മൾ ആവശ്യമില്ലാതെ ട്രേഡ് പുഷ് ചെയ്തില്ല, വെയിറ്റ് ചെയ്തു. അപ്പം ഒരു കാര്യം നമ്മൾ ഓർക്കണം, മെയിൻ ബയാസ് എന്താണെന്നുള്ള കാര്യം എപ്പോഴും ഓർമ്മ ഉണ്ടായിരിക്കണം. നമ്മുടെ വീക്ക്ലി അനാലിസിൻ്റെ വീഡിയോ കണ്ടവരുണ്ടെങ്കിൽ മനസ്സിലാവും. അതിൽ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗോൾഡിൽ ഈ വീക്ക് ഞാൻ പുഷ് ചെയ്യാൻ പോകുന്നത്, അതായത് ഞാൻ ഫോക്കസ് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ ട്രേഡ്സും എന്തായിരിക്കും, ബൈ സെറ്റപ്പ് ആയിരിക്കും. കാരണം എന്താണ്, ഒരു പ്രോപ്പർ ലിക്വിഡിറ്റി ഗ്രാബ് സെറ്റപ്പ് അവിടെ ഫോർമേഷൻ നടന്നിട്ടുണ്ടായിരുന്നു ഹയർ ടൈം ഫ്രെയിമിൽ. അപ്പോൾ അത് ജസ്റ്റ് റീവൈൻഡ് ചെയ്യണമെന്നുള്ളവർ ജസ്റ്റ് പോയി നോക്കുക. കാരണം സ്റ്റിൽ ആ വ്യൂ അത് തന്നെയാണ്. ഇനി 2 ദിവസം കൊണ്ട് ആ വ്യൂവിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് എടുത്ത ട്രേഡ് നമുക്ക് കിട്ടിയില്ല. രണ്ടാമത് അത് കഴിഞ്ഞ് ഒരു ക്ലിയർ ആയിട്ടൊരു LTT സെറ്റപ്പ് ഫോർമേഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ ട്രേഡ് എടുക്കുന്ന സ്ട്രാറ്റജിയുടെ കാര്യമാണ്. ഒരു പ്രോപ്പർ സെറ്റപ്പ് ഫോർമേഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ ഫോർമേഷൻ കഴിഞ്ഞപ്പോൾ എന്താണ്, നമ്മൾ ക്ലിയർ ആയിട്ട് അത് അപ്ഡേറ്റ് ചെയ്തു. ഇവിടെ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ആ ഒരു ട്രേഡ് ഇനിഷ്യേറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് വന്ന ഒരു ട്രേഡിൽ നിന്ന്, അതായത് ഫസ്റ്റ് ഒരു സെല്ല് എടുത്തിട്ട് അതിൽ നിന്ന് ഒരു ബൈയിലേക്ക് മാറിയെന്നുള്ള കാര്യമാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ട്രേഡിംഗ് വ്യൂയിലേക്ക് തന്നെ പോകാം, പ്രോപ്പറായിട്ട് അനാലിസിസ് കാര്യങ്ങൾ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ആ ഒരു സെൽ സെറ്റപ്പിൻ്റെ വ്യൂ എന്തായിരുന്നു പറയാം. അപ്പോൾ പ്രീവിയസ് ഡേ ഹൈ മാർക്കറ്റ് ഇന്ന് ബ്രീച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഡെയിലി ചാർട്ടിലോട്ടൊന്ന് ഇടുവാണ്. എന്നിട്ട് ഇവിടെ നോക്കാം, നമുക്ക് പ്രീവിയസ് ഡേ ഹൈ എന്ന് പറയുന്ന ഇതാണ്. ഓക്കെ, അതായത് കഴിഞ്ഞ ഡേയിലുള്ള ഹൈ. അതായത് നോക്കിയാൽ താഴെ നോക്കിയാൽ ചാർട്ടിൽ കാണാം 19-ാം തീയതിയാണ്, ഇന്നിപ്പോൾ 20 ആണ്. അപ്പോൾ 19ൻ്റെ ഹൈ ഞാൻ ജസ്റ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്, ഒരു റെഡ് കളറിൽ നമുക്ക് കൊടുക്കാം. ഇതാണ് 19ൻ്റെ ഹൈ. ഓക്കെ, എന്നിട്ട് ഞാൻ ലോ ടൈം ഫ്രെയിമിലേക്ക് പോവുകയാണ്. ഓഫ് കോഴ്സ് നമ്മൾ ഡേ ട്രേഡർ ആയതുകൊണ്ട് തന്നെ നമ്മൾ 1 ഡേ ചാർട്ടിലൊന്നും അല്ല ട്രേഡ് ചെയ്യുന്നത്, കുറഞ്ഞ ടൈം ഫ്രെയിംസിലായിരിക്കും. അപ്പോൾ ഇവിടെ നോക്കിയാൽ രാവിലെ എന്ത് സംഭവിച്ചിട്ടുണ്ട്, നമ്മൾ മാർക്കറ്റിലേക്ക് വരുന്ന ടൈമിൽ 1 ഹവറിൽ മാർക്കറ്റ് ഇവിടെ പ്രീവിയസ് ഡേ ഹൈ ബ്രീച്ച് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഉണ്ട്. നമ്മൾ മിക്ക ആൾക്കാരും മനസ്സിലാക്കാതെ പോകുന്ന അല്ലെങ്കിൽ മിസ്റ്റേക്സ് വരുത്തുന്ന കാര്യമെന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്, പ്രോപ്പർ ക്യാൻഡിൽസ്റ്റിക് സൈക്കോളജി റീഡ് ചെയ്യാത്തതിൻ്റെ ഇഷ്യൂ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ എന്താണ്, അഗ്രസീവായിട്ടൊരു ബ്രേക്ക് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ഓക്കെ ശരിയാണ്, മാർക്കറ്റ് പ്രീവിയസ് ഡേ ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, ഒരു ക്യാൻഡിൽ ക്ലോസും തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോർമലി പഠിപ്പിക്കുന്ന സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ യൂട്യൂബ്സിലൊക്കെ നോക്കിയാൽ നിങ്ങൾ കാണാൻ പോകുന്നത്, ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് അവിടെ പാർട്ടിസിപ്പേഷൻ ഉണ്ട്. അതായത് ഇപ്പോൾ മുകളിലേക്കാണല്ലോ പോകുന്നത്, അതായത് ബയ്യേഴ്സിൻ്റെ പാർട്ടിസിപ്പേഷൻ ഉണ്ടെന്നായിരിക്കും. പക്ഷേ ഇവിടെ പ്രോപ്പറായിട്ട് ബയ്യേഴ്സിൻ്റെ പാർട്ടിസിപ്പേഷൻ ഇല്ല. അതെങ്ങനെ മനസ്സിലാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്യാൻഡിൽസ്റ്റിക് സൈക്കോളജി പ്രോപ്പറായിട്ട് റീഡ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ക്യാൻഡിൽ ക്ലീൻ ഇൻഡിസിഷനാണ്. ഇൻഡിസിഷൻ മീൻസ് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. അപ്പോൾ രണ്ടാമത്തെ ക്യാൻഡിൽ നോക്കാം, രണ്ടാമത്തെ ക്യാൻഡിലും സെയിം ആണ്, കുറച്ച് വലുപ്പക്കുറവുണ്ടെന്നേ ഉള്ളൂ. സെയിം സിറ്റുവേഷനാണ്. വലുപ്പക്കുറവ് മീൻസ് വാട്ട്, എന്താണ് വലുപ്പക്കുറവുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ ഒരു 1000 പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള മാർക്കറ്റിൽ ഇപ്പോൾ ഒരു 500 പേരേ ഉള്ളൂ. മനസ്സിലായോ? സിമ്പിളായിട്ട് ക്യാൻഡിൽസ്റ്റിക് സൈക്കോളജി എന്താണെന്നാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ അടുത്തൊരു ക്യാൻഡിലൂടെ സ്കിപ്പ് ചെയ്യാം. ഒന്നുകൂടെ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു സെൽ ഓഫ് അല്ലേ, അല്ലെങ്കിൽ സെല്ലേഴ്സ് ഒന്ന് അഗ്രസീവ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ 3 ക്യാൻഡിൽ വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമുണ്ട്, പ്രീവിയസ് ഡേയിൽ ക്രിയേറ്റ് ചെയ്ത ഹൈ, അതായത് ആ ഒരു പ്രൈസ് പോയിട്ട് മാർക്കറ്റ് ക്ലീൻ ആയിട്ട് റിജക്റ്റ് ചെയ്യുവാണ്. ഓക്കെ, അതായത് ഇപ്പോൾ നമ്മളൊരു ഹയർ ടൈം ഫ്രെയിമിലോട്ട് 4 ഹവറിലോട്ട് പോയി കഴിഞ്ഞാലും സെയിം സിറ്റുവേഷനാണ്. ഇത് കണ്ടോ, ഇപ്പോൾ റീപ്ലേ ബാർ ഇട്ടിരിക്കുന്നുണ്ടാണ്, ഇത്രയും കാണത്തില്ല 4 ഹവറിൽ, ഈ ഒരു ലെവൽ വരെയൊക്കെ ആയിരിക്കും വരുന്നത്. അതായത് അഗ്രസീവ് ബൈയിങ് നടന്നു, അത് കഴിഞ്ഞിട്ട് നേരെ സെൽ ഓഫ് ആയി അല്ലേ. നമുക്ക് തിരിച്ച് 1 ഹവറിലേക്ക് പോകാം. അപ്പോൾ 1 ഹവറിൽ ഇതാണ് സിറ്റുവേഷൻ. അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ ഓക്കെ ഒരു റിജക്ഷൻ വന്നിട്ടുണ്ട്. ഇനി അടുത്ത നമ്മൾ എന്താ നോക്കുന്നത്, ഓഫ് കോഴ്സ് ഒരു കാര്യം മൈൻഡിലേക്ക് വീണ്ടും കൊണ്ടുവരിക, നമ്മൾ ബൈ ആണ് ഹയർ ടൈം ഫ്രെയിമിൽ ഗോൾഡിൽ ഓൾറെഡി ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യം.
ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു 1 അവർ ഡിമാൻഡ് ഉണ്ട്. ഈ ഒരു ഡിമാൻഡ് സോൺ നമുക്ക് ഫേവറബിൾ ആണെങ്കിൽ ഇവിടുന്ന് ബൈ എടുക്കാം. ഓക്കെ, പക്ഷേ ഇവിടെ എന്തുകൊണ്ട് സെല്ല് പ്രിഫർ ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ആക്ഷൻ ഇവിടെ നടന്നുകൊണ്ട് മാത്രം, അതായത് ഈ ഒരു ഹൈ വയലേറ്റ് ചെയ്തപ്പോൾ നല്ലൊരു സെല്ലേഴ്സിൻ്റെ ആക്ടിവിറ്റി ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇവിടെ മാർക്കറ്റ് എത്തിക്കഴിഞ്ഞാൽ ബൈ എടുക്കാനല്ല പറഞ്ഞത്, ഇത് വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെൽ സെറ്റപ്പ് നോക്കാനാണ് പറഞ്ഞത്. മനസ്സിലായി? അപ്പം ആ ഒരു റീസൺ എന്താണെന്നുള്ള കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓഫ് കോഴ്സ് ഒരു ഡിമാൻഡ് വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെല്ലേഴ്സ് അഗ്രസീവ് ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് ആ ഒരു കൺഫർമേഷൻ കിട്ടിയിട്ടില്ല. ഒരിക്കലും ഒരു സോണിലേക്ക് ഡയറക്റ്റ് എൻട്രി ആകുമ്പോൾ നമ്മൾ ട്രേഡ് എടുക്കത്തില്ല. കാരണം ഇവിടെ നോക്കിയാൽ കാണാം ഒറ്റയടിക്ക് സെൽ ഓഫ് ആയി അല്ലേ. നമ്മളിനി വെയിറ്റ് ചെയ്യേണ്ടതുണ്ടായിരുന്നു കൺഫർമേഷൻ. പക്ഷേ വെയിറ്റ് ചെയ്യുന്ന ടൈമിൽ മാർക്കറ്റ് എന്ത് ചെയ്തു? നേരെ സെൽ ഓഫ് ആയി പോവുകയാണ് ചെയ്തത്. അപ്പോൾ അവിടെ ട്രേഡ് ഓപ്പർച്യൂണിറ്റി ഇല്ല. ഓക്കെ, ഇനി രണ്ടാമത്തെ കാര്യം നോക്കാം. ഇതെങ്ങനെ നമ്മൾ ബൈയിലേക്ക് കൺവേർട്ട് ചെയ്ത് നോക്കാം. അതായത് ബൈയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ടൈമിൽ ഡിമാൻഡ് ഫെയിൽ ആയതുകൊണ്ട് തന്നെ എന്ത് സംഭവിച്ചാൽ ഇത് നമുക്കിനി ആവശ്യമില്ല, ഇൻവാലിഡ് ആണ്. സോ ഞാൻ ഈ സോൺസ് എല്ലാം കളയുകയാണ്, നമുക്കിനി ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. ഇനി നമ്മൾ നോക്കേണ്ടത് അടുത്തൊരു റിജക്ഷൻ, അതായത് നമ്മുടെ ബൈയിങ് മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്യാൻ സാധ്യതയുള്ള ഏരിയ എവിടെയാണ്. അപ്പോൾ അതിന് ഏറ്റവും പെർഫെക്റ്റ് ഏരിയ ആണ് ഈ കാണുന്നത്. ഓക്കെ, അതായത് നമ്മൾ ഇൻഡ്യൂസ്മെൻ്റ് എന്ന് പറയും, ഇതൊരു ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ലോ ആണ്. ഓക്കെ, കാരണം ഇതിപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം ഈ ഒരു ഡിമാൻഡ് സോണിൽ നിന്ന് മാർക്കറ്റ് അഗ്രസീവായിട്ട് പോയി. സോ എന്താണ് ഇവിടെ ഇനി ബൈയിങ് പ്രഷർ ഇല്ല. ഓക്കെ, പക്ഷേ ഇനി ബൈയിങ് പ്രഷർ ഉള്ളൊരു ഏരിയ ഉണ്ട്, അതാണ് ഈ ഒരു വിക്ക്. ഈ ഒരു ഏരിയ മാർക്കറ്റ് ബൈയിങ് പ്രഷർ ഉള്ള ഏരിയ. ഓക്കെ, ആ ഒരു ഏരിയയ്ക്ക് ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന സ്ഥലമാണ് ഈ ഒരു ലോ. സോ എൻ്റെ നെക്സ്റ്റ് വ്യൂ പോയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലോ വയലേറ്റ് ചെയ്ത് ഈ സോൺ മിറ്റിഗേഷൻ നടത്തുവാണെങ്കിൽ ബൈ, അല്ലെങ്കിൽ ഇൻഡ്യൂസ്മെൻറ്റ് കിട്ടിയിട്ട് ഒരു LTT സെറ്റപ്പ് കിട്ടുവാണെങ്കിൽ ബൈ. സോ രണ്ട് വ്യൂ ഉണ്ട്, അതിലേത് സംഭവിച്ചാലും നമ്മളവിടെ ബൈ എൻട്രി ആയിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. സോ എന്താ സംഭവിച്ചതെന്ന് നോക്കാം. നമുക്ക് ഇനി ലോവർ ടൈം ഫ്രെയിമിലോട്ട് പോകാം, കാരണം നമ്മുടെ സോൺസ് കാര്യങ്ങൾ കിട്ടി, പിന്നെ നമ്മൾ എക്സിക്യൂഷനുള്ള കാര്യങ്ങളായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ മേജർ ടൈം ഫ്രെയിമായിട്ട് കൺസിഡർ ചെയ്യുന്നത് 15 മിനിറ്റ് ആയിരിക്കും. എൻട്രി എടുക്കാനായിട്ട് നമ്മൾ 3 മിനിറ്റ് 1 മിനിറ്റ് പോലുള്ള ചെറിയ ടൈം ഫ്രെയിംസ് ആയിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നോക്കാം, നമ്മുടെ ഫസ്റ്റ് സോണിൽ മാർക്കറ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് ലെവലിൽ മാർക്കറ്റ് മിറ്റിഗേഷൻ 15 മിനിറ്റിൽ നോക്കാം, ഒറ്റടിക്ക് ഡംപായി, അതുപോലെ തന്നെ റിയാക്ഷൻ കണ്ടോ. രണ്ട് ലെവലും എന്ത് ചെയ്തു? മാർക്കറ്റ് ഒരേപോലെ മിറ്റിഗേറ്റ് ചെയ്തു. ഓക്കെ, മിറ്റിഗേഷൻ കഴിഞ്ഞിട്ട് എന്താണ് ഇവിടുത്തെ ആക്ഷൻ അല്ലെങ്കിൽ റിയാക്ഷൻ സംഭവിച്ചിരിക്കുക എന്ന് നോക്കുക. പ്രോപ്പറായിട്ട് ബയ്യേഴ്സ് മാർക്കറ്റിലേക്ക് എൻ്ററായി. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ LTT അപ്ലൈ ചെയ്യുവാണെങ്കിൽ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയാണ് ആ ഒരു റിജക്ഷൻ വന്നിരിക്കുക എന്നുള്ള കാര്യം. അപ്പോൾ ഇവിടെ ആ റിജക്ഷൻ കിട്ടിയോടുകൂടി തന്നെ നമ്മുടെ ഒരു ഡയറക്ഷൻ വീണ്ടും ക്ലിയറായി. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? ബൈ സെറ്റപ്പാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ രണ്ടാമത്തെ റീസൺ ഇനി വേണ്ടത്, അല്ലെങ്കിൽ എൻട്രി പോയിൻ്റാണ് നമുക്കിനി വേണ്ടത്. സോ എന്താണ്, ഇനി നമ്മൾ നേരെ 3 മിനിറ്റിലേക്ക് പോവുകയാണ്. നമുക്ക് എൻട്രി എടുക്കാനുള്ള ടൈം ഫ്രെയിംസ് കാര്യങ്ങൾ നോക്കണം. അപ്പോൾ 3 മിനിറ്റിൽ നോക്കിയപ്പം എന്താണ്, ഇവിടെ മാർക്കറ്റ് ഓൾറെഡി റിവേഴ്സൽ ടെൻഡൻസി കാണിച്ച് കഴിഞ്ഞു അല്ലേ. ഇപ്പോൾ റിവേഴ്സൽ ടെൻഡൻസി എങ്ങനെ കാണിച്ചു എന്ന് വെച്ചാൽ സ്ട്രക്ചർ വൈസ്. ഇപ്പോൾ സ്ട്രക്ചറൊക്കെ റീഡ് ചെയ്യാൻ അറിയാമെന്ന് വിചാരിക്കുന്നു കാണുന്ന ആൾക്കാർക്ക്, ഇല്ലെങ്കിൽ പ്രോപ്പറായിട്ടത് പഠിക്കുക. ഓക്കെ, അതായത് ഇവിടെ സ്ട്രക്ചർ മാപ്പിംഗ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ടൈമിൽ പ്രോപ്പറായിട്ട് റിവേഴ്സൽ കാണിച്ചു, നമുക്ക് വേണ്ട ടൈം ഫ്രെയിമിൽ റിവേഴ്സൽ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ എന്താണ്, ഞാൻ വീണ്ടും ഒരു ലോ ടൈം ഫ്രെയിമിലോട്ട് പോവുകയാണ്, കാരണം എൻ്റെ സോൺസ് കുറച്ചുകൂടെ ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ നോക്കുമ്പം നേരത്തെ എടുത്ത അതേ സെറ്റപ്പ് തന്നെയാണ്. ഈ ഒരു ലോ എനിക്ക് ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. ഞാനിവിടെ എന്ത് ചെയ്യുന്നു? ഒരു BPR അപ്ലൈ ചെയ്യുന്നു. ഓക്കെ, അതായത് ഒരു BPR കോൺസെപ്റ്റ് ഇവിടെ ഞാൻ അപ്ലൈ ചെയ്യുന്നു. അപ്പം ഈ ഒരു സോണായിരിക്കും എൻ്റെ എക്സിക്യൂഷൻ നടക്കുന്ന ഏരിയ, അതായത് എൻട്രി ട്രിഗർ ആകുന്ന ഏരിയ. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ ഡയറക്റ്റ് ഒരു എൻട്രി ഇടാം, അല്ലെങ്കിൽ ലെയർ ചെയ്തിട്ട് എൻട്രി ഇടാം. ദാറ്റ് ഡിപ്പെൻസ് ഓൺ യുവർ സ്ട്രാറ്റജി. അങ്ങനെയൊക്കെ ചെയ്യാം, പല രീതിയിൽ ചെയ്യാം. ഒറ്റടിക്ക് വേണമെങ്കിൽ ഒരു 2 ലോട്ടിൻ്റെ ട്രേഡ് എടുക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ലെയർ ചെയ്ത് 0.5 വെച്ചിട്ടോ 0.2 വെച്ചിട്ടോ ഒക്കെ എക്സിക്യൂഷൻസ് നടത്തുക. അതൊക്കെ ഓരോ ആൾക്കാരുടെ സ്ട്രാറ്റജിയാണ്. അപ്പോൾ അതിൽ പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ 1 സെക്കൻഡ്. യെസ്, അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ പോലെ സോൺസ് കിട്ടി, നമ്മുടെ ഇമ്പാക്റ്റ് കിട്ടി, അല്ലെങ്കിൽ ലിക്വിഡിറ്റി ത്രസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ എൻട്രി എടുക്കാനുള്ള 3 മിനിറ്റിലൊരു ടൈം കിട്ടിയിട്ടുണ്ട്. സോ നമ്മൾ ഡയറക്റ്റായിട്ട് എൻട്രി പ്ലേസ് ചെയ്യാണ്. എൻട്രി പ്ലേസ് ചെയ്യുന്നു. സ്റ്റോപ്പ് ലോസ് നിങ്ങൾ ഏറ്റവും സേഫസ്റ്റ് നിങ്ങൾക്ക് വെക്കാൻ പറ്റുന്ന ഏതാണ്? പ്രൊട്ടക്റ്റഡ് ലോ ഓർ ഹൈ. ഓക്കെ, ഇപ്പോൾ ഈ കേസിൽ പ്രൊട്ടക്റ്റഡ് ലോ. അപ്പോൾ ഞാൻ ഇവിടെ അല്ല കീപ്പ് ചെയ്യുന്നത്, ഞാൻ എപ്പോഴും അതിൻ്റെ ക്യാൻഡിലിൻ്റെ ആ ലെവലിൽ തന്നെ ആയിരിക്കും കീപ്പ് ചെയ്യുന്നത്. സോ ഞാൻ ഇവിടെയാണ് സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്തത്. അപ്പോൾ ആവശ്യമുള്ള ഇല്ലാത്തെല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്യുകയാണ്. ഈ ലെവൽസ് ഒന്നും നമുക്ക് ആവശ്യമില്ല. ചാർട്ട് മാക്സിമം ക്ലീൻ ആയിട്ട് വെക്കുക എപ്പോഴും, അതായത് കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിരിക്കുക. ഓക്കെ, സോ
ഇനി നമുക്ക് സ്റ്റോപ്പ് ലോസ് കിട്ടി, നമ്മൾ എൻട്രി കിട്ടി അല്ലേ. ഇനി നമുക്ക് വേണ്ടൊരു കാര്യമുണ്ട്, ടാർഗറ്റ്. ഇപ്പോൾ ടാർഗറ്റ് പ്ലേസ് ചെയ്യണമെങ്കിൽ എക്സിക്യൂഷൻ നടക്കണം. മിക്ക ആൾക്കാർക്കും വരുന്നൊരു തെറ്റതാണ്, നമ്മൾ ട്രേഡ് എക്സിക്യൂഷൻ നടന്നതിന് മുന്നേ തന്നെ എന്ത് ചെയ്യും, ടാർഗറ്റ് കൂടെ ഫിക്സ് ചെയ്ത് നോക്കും. പക്ഷെ അങ്ങനെയല്ല ഒരിക്കലും ചെയ്യേണ്ട. എക്സിക്യൂഷൻ നടന്നു കഴിഞ്ഞിട്ട് ലിക്വിഡിറ്റി കോൺസെപ്റ്റ് നോക്കിയിട്ട് മാത്രമേ ടാർഗറ്റ് പ്ലേസ് ചെയ്യാവൂ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ വളരെ ബേസിക് ആയിട്ടുള്ളൊരു ടാർഗറ്റ് വേണമെങ്കിൽ ഇനിഷ്യലി കീപ്പ് ചെയ്തേക്കാം 1:3. 1:3 എന്നൊരു ടാർഗറ്റ് ഇനിഷ്യലി തന്നെ കീപ്പ് ചെയ്യുകയാണ്. അതായത് ഒരു ബിഗിനറെ സംബന്ധിച്ചിടത്തോളം ആദ്യം 1:2 1:3 ഒക്കെ ടാർഗറ്റ് ചെയ്ത് പഠിക്കുക. 1:3 കീപ്പ് ചെയ്തു. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഒരു പ്രോപ്പർ മെത്തേഡ് കൂടെ നോക്കാം എക്സിക്യൂഷൻ കഴിഞ്ഞിട്ട്. ഇപ്പോൾ ഇവിടെ നോക്കാം, ജസ്റ്റ് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യുക, എൻട്രി ട്രിഗറായി അല്ലേ. അപ്പോൾ ആ ഒരു എക്സിക്യൂഷൻ നടന്ന ടൈമിലുള്ള റിയാക്ഷനൂടെ നിങ്ങൾ നോക്കുക, മാർക്കറ്റിൽ എങ്ങനെയാണ് അത് റിയാക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇൻഡ്യൂസ്മെൻ്റ് ഒക്കെ കളക്റ്റ് ആയിട്ടുണ്ട് മാർക്കറ്റ്. ഇപ്പോൾ ഞാൻ ഈ ഒരു ലൈനൂടെ കളയുകയാണ്. ഓക്കെ, സ്റ്റോപ്പ് ലോസിൻ്റെ ലൈനും കളയുകയാണ്. ഇത്രയും കാര്യങ്ങൾ മതി നമുക്ക്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ടാർഗറ്റ്. ഇപ്പോൾ ഈ ലെവലിൽ ഞാൻ നോക്കുമ്പം ഓക്കെ, എക്സിക്യൂഷൻ ഇവിടെ നടന്നു, മുകളിൽ ലിക്വിഡിറ്റി കോൺസെപ്റ്റ് ഇവിടെ ചെക്ക് ചെയ്യുകയാണ്. ചെക്ക് ചെയ്തപ്പോൾ ഇവിടെ എനിക്കൊരു ഈക്വൽ ലോസ് കിട്ടി. ഇതായിരിക്കും എൻ്റെ ഫസ്റ്റ് TP അല്ലെങ്കിൽ എൻ്റെ പാർഷ്യൽ ബുക്കിംഗ് നടത്തുന്ന ഏരിയ. അപ്പോൾ പാർഷ്യൽ ബുക്കിങ്ങിൻ്റെ ഏരിയ പ്രോപ്പറായിട്ട് അതും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നോക്കിയാൽ കാണാം, ഇതുണ്ടോ, പാർഷ്യൽസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് പാർഷ്യൽ ബുക്കിംഗ് ആണ് അവിടെ നടത്തിയിരുന്നത്. 1:3 1:4 അടുത്ത് പ്രോപ്പർ റിയാക്ഷൻ ഉണ്ട്. ഇവിടെ 1:3.22 ഉണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ് ഇനി നോക്കേണ്ട കാര്യം, നമ്മുടെ മേജർ ടൈം ഫ്രെയിം ആയിട്ടുള്ള 15 മിനിറ്റിൽ ഇത് എവിടെ വരെ പോകാൻ സാധ്യതയുണ്ട് അല്ലേ. നമ്മൾ ട്രേഡ് ചില ആൾക്കാർ ചിലപ്പോൾ സ്വിങ് പോലെ ചെയ്യും, പൊസിഷനൊക്കെ ചെയ്യും, അപ്പോൾ കുറച്ചുകൂടെ ഹോൾഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ ലെവൽസ് ഇവിടെ ക്ലീൻ ആയിട്ട് കാണാം. ഈ ഒരു മൈനർ ഡിമാൻഡ് വരെ, സപ്ലൈ സോൺ വരെ നമുക്ക് ക്ലീൻ ആയിട്ട് ടാർഗറ്റ് ചെയ്യാം. ഓക്കെ, അതായത് ഒരു 1:7 ട്രേഡാണ് പ്രോപ്പറായിട്ട് ഇവിടെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഹയർ ടൈം ഫ്രെയിംസിലോട്ട് പോയാൽ അതിൽ കൂടുതൽ പറ്റും. കാരണം 1 ഹവറിൽ നോക്കിയാൽ നമ്മളിവിടെ എക്സിക്യൂഷൻ നടത്തിയത് ഈ ഒരു സോണിൽ നിന്നല്ലേ, 1 ഹവർ സോണിൽ നിന്നല്ലേ. അപ്പോൾ 1 ഹവർ സോൺ നിങ്ങൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഇവിടെ ആയിരിക്കും നിങ്ങളുടെ ഫുൾ ടാർഗറ്റ് വരുന്നത്. അപ്പോൾ അവിടെ വന്നിട്ടുണ്ടോ എന്നൊക്കെ നമുക്കിപ്പോൾ നോക്കാം. അപ്പോൾ തിരിച്ച് ഞാൻ നമ്മുടെ എൻ്റെ ടൈം ഫ്രെയിമിലോട്ട് പോവുകയാണ്. ഇവിടെ നോക്കിയാൽ കാണാം, ഈ ഒരു ലെവലിൽ എന്ത് ചെയ്തു, മാർക്കറ്റ് ക്ലീൻ ആയിട്ട് മിറ്റിഗേറ്റ് ചെയ്തു, ട്രേഡ് ട്രിഗറായി. ഓക്കെ, ഞാൻ ജസ്റ്റ് 3 മിനിറ്റ് ഇടുവാണ്. അതായത് കുറച്ചുകൂടെ ഒന്ന് ക്യാൻഡിൽസ് ഫാസ്റ്റായിട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ എത്തുമ്പോൾ മാത്രം ഞാൻ ഡ്രോപ്പ് ഡൗൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ 3 മിനിറ്റ് എൻട്രി ട്രിഗറായിട്ട് 3 മിനിറ്റ് ആയി. അനദർ 3 മിനിറ്റ്, വീണ്ടും എൻട്രീസ് അടുത്തോട്ട് വന്നിട്ടുണ്ട്. TP പാർഷ്യൽ ഹിറ്റ്, അതായത് പാർഷ്യൽ ഹിറ്റ് ആയി. അപ്പോൾ ഇവിടെ നമ്മൾ ഓഫ് കോഴ്സ് റിസ്ക് ഫ്രീ ആവുകയാണ് അല്ലേ. ഇവിടെ നമ്മൾ മിനിമം ക്വാണ്ടിറ്റി ബുക്ക് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് 50% ബുക്ക് ചെയ്യുകയോ എങ്ങനെയാണെന്ന് വെച്ച് സ്ട്രാറ്റജി അപ്ലൈ ചെയ്യുക. ഓക്കെ, പൊസിഷൻ സൈസിങ് ഇസ് ദ കീ. അത് കഴിഞ്ഞിട്ട് മിക്ക ആൾക്കാരും ചെയ്യുന്നൊരു മിസ്റ്റേക്ക് കൂടെ ഞാൻ പറഞ്ഞുതരാം, ബ്രേക്ക് ഈവൻ കയറ്റി വെക്കുന്ന പരിപാടിയുണ്ട്. അതായത് ഈ സ്റ്റോപ്പ് ലോസ് കീപ്പ് എടുത്തിട്ട് എൻട്രിയിൽ വെക്കും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. കാരണം സ്റ്റോപ്പ് ലോസ് നമ്മൾ വെക്കുന്നതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റീസണിങ് ഉണ്ട്. അതായത് ആ ലെവൽ കഴിഞ്ഞാൽ മാർക്കറ്റ് റിവേഴ്സ് ആവാം, അല്ലെങ്കിൽ വേറൊരു സ്ഥലത്തേക്ക് പോവാം. അപ്പോൾ ഇവിടെ നമ്മൾ ആ എൻട്രിയിലോട്ട് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ തിരിച്ച് മാർക്കറ്റ് വീണ്ടും അവിടെ എത്താനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പോൾ അതാണ് കാണിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കാം, മാർക്കറ്റ് ആ ഒരു ലിക്വിഡിറ്റി കളക്ഷൻ കഴിഞ്ഞിട്ട്, ഗ്രാബ് കഴിഞ്ഞിട്ട് വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ എൻട്രി എടുക്കുന്ന പോയിന്റിലോട്ട് വീണ്ടും വരുന്നുണ്ട്. കണ്ടോ? അപ്പോൾ നിങ്ങളവിടെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ബ്രേക്ക് ഈവൻ കീപ്പ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ആ ട്രേഡ് ക്ലോസ് ആയി അല്ലേ. നിങ്ങളുടെ പാർഷ്യൽ പ്രോഫിറ്റ് കിട്ടി, പക്ഷേ സ്റ്റിൽ സം ക്വാണ്ടിറ്റി അവിടെ ബ്രേക്ക് ഈവനിൽ പോവുകയാണ് ചെയ്തത്. പക്ഷേ ഇത് നോക്കാം, വീണ്ടും മാർക്കറ്റ് വന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഇത് എവിടെയാണ് പോയിരിക്കുന്നത്, അതായത് നമ്മുടെ ക്ലീൻ നമ്മൾ ഉദ്ദേശിച്ച ഫസ്റ്റ് 15 മിനിറ്റിൻ്റെ ടാർഗറ്റ് അച്ചീവായി അല്ലേ. അപ്പോൾ അത് കഴിഞ്ഞ് നോക്കാം, ഞാൻ പറഞ്ഞായിരുന്നു നമ്മൾ 1 ഹവറിലാണ് വ്യൂ എടുത്തത്. ഓവറോൾ മാർക്കറ്റ് ബുള്ളിഷാണ്. അപ്പോൾ ഇത് ഓഫ് കോഴ്സ് എവിടെ വരെ പോകണം, 1 ഹവർ സോൺസ് വരെ പോകണം. അപ്പോൾ ഇതെവിടെ പോയി, ഓക്കെ ഫൈൻ. ഇതിപ്പോൾ ഓൾ ടൈം ഹൈ അല്ല, പ്രീവിയസ് ഹൈയും കഴിഞ്ഞിട്ട് വീണ്ടും പോയി. മനസ്സിലായി? അതായത് ഇന്ന് രാവിലെ നമ്മൾ എന്ത് റീസൺ കൊണ്ടാണോ സെല്ല് ചെയ്യാൻ നോക്കിയത്, അതേ റീസൺ വീണ്ടും ഇവിടെ ആക്ട് ചെയ്തത്. അതായത് വീണ്ടും ബുള്ളിഷായി അല്ലേ. കാരണം സ്ട്രക്ചർ ഈസ് ഓൾറെഡി ബുള്ളിഷ് ആണ്, സ്ട്രക്ചർ ഓൾവേസ് ബുള്ളിഷ് ആണ്. സോ ആ രീതിയിൽ തന്നെ നോക്കുക. അപ്പോൾ ഇതിപ്പോൾ നിങ്ങളൊരു സ്വിങ് ആയിട്ട് കീപ്പ് ചെയ്യുന്ന ആളാണെങ്കിൽ ഒരു പെർഫെക്റ്റ് എൻട്രി ആയിരുന്നു. കറൻറ്റ്ലി ഒരു 1:24 അടുത്തൊക്കെ എടുക്കാവുന്ന ഒരു ട്രേഡ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ട്രേഡ് എടുത്തത്, അല്ലെങ്കിൽ ആ ഒരു സെല്ലിൽ നിന്ന് വ്യൂ എങ്ങനെ തിരിച്ച് നമ്മൾ കൊണ്ടുവന്നു എന്നുള്ള റീസണിങ് ആണ് ഞാനിപ്പോൾ പ്രോപ്പറായിട്ട് പറഞ്ഞത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ രാവിലെ തന്നെ, അല്ലെങ്കിൽ ട്രേഡ്സ് എടുക്കുന്ന ടൈമിൽ തന്നെ ചാനൽസിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. സോ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും സേഫ് ട്രേഡിംഗ്.